ഇന്ത്യയിൽ BJP ഇത്ര ശക്തമായി വളരാനുള്ള അടിസ്ഥാന കാരണങ്ങൾ എന്താണ്? 1984 BJP ലോക്സഭയിലേക്ക് മത്സരിക്കുമ്പോൾ അവർക്ക് കേവലം 2 സീറ്റ് മാത്രമാണ് ഉണ്ടായിരുന്നെങ്കിൽ BJPക്ക് മുമ്പുണ്ടായിരുന്ന അല്ലെങ്കിൽ BJPയുടെ പൂർവ്വ സംഘടനയായിരുന്ന ജനസംഘത്തിന് 1967 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 35 സീറ്റും 71 തെരഞ്ഞെടുപ്പിൽ 22 സീറ്റും നേടിയിരുന്നു. 67 നിന്ന് 84 എത്തുമ്പോൾ ഹിന്ദുത്വ രാഷ്ട്രീയം ഇന്ത്യയിൽ വൻ തകർച്ച നേരിടുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലെ ഇന്ദിരാഗാന്ധിയുടെ ജനാധിപത്യ വിരുദ്ധരും BJPയെ പിന്തുണച്ചില്ല എന്നുള്ളതാണ്. പക്ഷേ 1989 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 85 സീറ്റ് നേടി ഇന്ത്യൻ രാഷ്ട്രീയത്തെ ഞെട്ടിച്ചു കളഞ്ഞു. 84 ശേഷം സഭാനുഭീകം കേസല്ലാതെ BJPക്ക് വളരാനുള്ള എടുത്തു പറയാവുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങൾ 89 വരെ ഇന്ത്യയിൽ പ്രകടമല്ലായിരുന്നു. 1984 അവസാനം നടന്ന ഇന്ദിരാഗാന്ധിയുടെ വധമാണ് ഇതിനിടയ്ക്കുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. ആ വർഷം നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 415 സീറ്റ് നേടി ഇന്ത്യയിൽ ചരിത്രം സൃഷ്ടിച്ചെടുത്താണ്. 89 നടന്ന തെരഞ്ഞെടുപ്പിൽ BJP 85 സീറ്റ് നേടിയത് എന്ന് ഓർക്കണം. ഇന്ത്യയിൽ സംഘപരിവാറിന്റെ രാഷ്ട്രീയ അടിത്തറയുടെ ഈ വിജയത്തിന് പല കാരണങ്ങൾ രാഷ്ട്രീയ നിരീക്ഷകരും രാഷ്ട്രീയക്കാരും പറയാറുണ്ടെങ്കിലും എൻ്റെ അഭിപ്രായത്തിൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 1986 ജനുവരി 25 മുതൽ 98 ജൂലൈ 31 വരെ 78 എപ്പിസോഡായി സംപ്രേഷണം ചെയ്ത രാമായണ സീരിയൽ, 1988 ഒക്ടോബർ മുതൽ 1990 ജൂൺ വരെ 94 എപ്പിസോഡായി സംപ്രേഷണം ചെയ്ത മഹാഭാരത സീരിയലുമാണ്. അതുവരെ രാമക്ഷേത്രം എന്നത് BJPയുടെ മാത്രം ഒരു അജണ്ടയായിരുന്നെങ്കിൽ അതിനുശേഷമാണ് രാമക്ഷേത്രം എന്നത് ഇന്ത്യയിലെ മുഴുവൻ ഭക്തന്മാരുടെ പൊതുവികാരമായി തീർന്നത്. ഈ സീരിയലിന് ശേഷം 3 മാസത്തിന് ശേഷം സെപ്റ്റംബർ 25 അദ്വാനിയുടെ രഥയാത്ര ആരംഭിക്കുന്നത്. വാസ്തവത്തിൽ ഈ 2 സീരിയലുകളും സൃഷ്ടിച്ച ഹിന്ദുത്വ അനുകൂല പശ്ചാത്തലമില്ലായിരുന്നെങ്കിൽ ബാബരി മസ്ജിദ് തകർക്കാനുള്ള ആൾബലവും ഊർജവും അവർക്ക് ലഭിക്കുമായിരുന്നില്ല എന്ന് മാത്രമല്ല 1986 LK അദ്വാനി അയോധ്യയിൽ ലക്ഷ്യം വെച്ച് നടത്തിയ രാംജാനകി യാത്രയുടെ പരാജയ അവസ്ഥയിലെത്തുമായിരുന്നു ഈ യാത്രകൾ. മതേതരത്വത്തെ മതവൽക്കരിച്ചതിൻ്റെ ദുരന്തമാണിതെല്ലാം. ഒരു വിശ്വാസം, ഒരാശയം ജനത്തെ ഗ്രസിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഏറ്റവും വലിയ ഭൗതിക ശക്തിയായി. ഇന്നും സംഘപരിവാർ ചെയ്യുന്നത് അത് തന്നെയാണ്. അല്ലെങ്കിൽ ഹിന്ദുത്വ വികാരത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ആശയങ്ങളും സംഭവങ്ങളും അനാവശ്യമായി സമൂഹത്തിലേക്ക് എടുത്തിട്ടുകൊണ്ട് അതിനൊരു വോട്ട് ബാങ്കാക്കി മാറ്റുന്ന ഒരവസ്ഥയാണ്.